VS ജിതിൻ ദേവ് ഇന്നലെ KP ശങ്കർദാസിന്റെ അറസ്റ്റോടെ 2019 കാലത്തെ ദേവസ്വം ബോർഡ് ഒന്നാകെ അറസ്റ്റിലായിരിക്കുന്നു. പിതൃസ്ഥാനത്തുള്ള തന്ത്രി ജയിലിലാണ്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ആ കാലത്ത് ചുമതലയിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഈ കേസിൽ പ്രതികളാണ്. അങ്ങനെ 12 പേർ. നോക്കൂ, അയ്യപ്പനെ കാക്കാനായി നിയോഗിച്ചിരുന്ന മുഴുവൻ ആളുകളും, അത് നിയോഗിക്കപ്പെട്ട നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡാവട്ടെ, അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരാവട്ടെ, ആചാരസ്ഥാനം വഹിക്കുന്ന തന്ത്രിയാവട്ടെ, അവർ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ ഇനി ആര് അറസ്റ്റിലാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട മുഴുവൻ ആളുകളും പരസ്പരം കൈകോർത്ത് മൂർത്തിയുടെ മുതൽ അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അഭൂതപൂർവവും ഞെട്ടിക്കുന്നതുമായ സാഹചര്യമാണ്. നീതി നടപ്പാവുകയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അഭിലാഷ്, അങ്ങയുടെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവ്വതും കട്ടുപിടിച്ചു. നോക്കൂ, കഴിഞ്ഞ ഒരു 30 വർഷത്തെ ഓഡിറ്റിങ്ങിന് ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ വിധേയമാക്കിയാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന അഴിമതികൾ പുറത്തു വരും. ഇപ്പോൾ ആടിയ നെയ്യിൽ അഴിമതി പുറത്തു വരുന്നു, കൊടിമരം മാറ്റിയതിൽ അഴിമതി പുറത്തു വരുന്നു. ഓരോ ദിവസവും ഓരോ അഴിമതി കഥകൾ ഓരോ ക്ഷേത്രത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തുമാത്രം തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത കുറേയേറെ പേർ അകത്ത് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നും പുറത്തു നിൽപ്പുണ്ട് ധാരാളം ആൾക്കാർ. ഉദാഹരണമായിട്ട് 2019 നടന്ന ഈ സമാനമായ കുറ്റകൃത്യം ആവർത്തിച്ചുകൊണ്ട് 9-ാം മാസം 2025 9-ാം മാസം വീണ്ടും ഈ കള്ളപ്പോറ്റിയുടെ കയ്യിൽ ഈ പറഞ്ഞ കട്ടളപ്പാളി ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊടുത്തുവിടാൻ, ചെന്നൈക്ക് കൊടുത്തുവിടാൻ തയ്യാറായ പ്രശാന്ത്, കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പുറത്തു നിൽക്കുകയാണ്. തന്ത്രിക്കെതിരെയുള്ള ആരോപണം എന്താണ്? 2019 6-ാം മാസം മിഥുനമാസ പൂജയ്ക്ക് നട തുറന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള പ്രധാന വാതിലിന്റെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും ഒന്നും തന്നെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ടും മൗനം പാലിച്ചു. ഇതേ ആരോപണം വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാകണ്ടേ? ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ ഒരു കൂട്ടുപ്രതിയാകേണ്ടുന്നത്? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും പ്രതിയാകണ്ടേ? ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന ധാരാളം ആൾക്കാർ വീണ്ടും പ്രതിയാകണ്ടേ? അപ്പോ CPM-നെ വല്ലാതെ നോവിക്കാതിരിക്കാൻ SIT ശ്രമിക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അഭിലാഷ് ആദ്യം മുതൽ തന്നെ BJP മുന്നോട്ട് വെക്കുന്നത് സമഗ്രമായിട്ടുള്ള ഒരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഇതിനകത്തെ പണമിടപാടുകൾ അന്വേഷിക്കാൻ ED വരുന്നുണ്ട്. ഇതിന്റെ കൂടെ CBI അന്വേഷണം കൂടെ വന്നേ മതിയാകൂ. SITക്ക് മുന്നോട്ട് പോകാതെ കിതയ്ക്കുന്ന സാഹചര്യങ്ങൾ നാം എത്രയോ തവണ നമ്മൾ കണ്ടു. ആ സാഹചര്യങ്ങളൊക്കെ CPM-നെ നോവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പിന്നീടുള്ള ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ബെഞ്ചിന്റെ വിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? അപ്പോ CPM-നെ നോവിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന SIT ആണോ? അതിനേക്കാൾ നല്ലത് ഇതിനെ കാര്യങ്ങൾ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും അന്വേഷിക്കാൻ സാധിക്കുന്ന ഒരു തേർഡ് പാർട്ടി അന്വേഷണ ഏജൻസിയാണോ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ചിന്തയിലേക്ക് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം, ഈ SITയുടെ റിപ്പോർട്ടിന് ശേഷം ഹൈക്കോടതിയും ആ ചിന്തയിലേക്ക് പോകും എന്ന് തന്നെയാണ് കേരളത്തിലെ ഭക്തജന സമൂഹം വിശ്വസിക്കുന്നത്. ഒരു കാര്യം പറയാം അഭിലാഷ്, ഇതൊരു തീവട്ടിക്കൊള്ളയാണ്. കട്ടുമുടിക്കാൻ യാതൊരു മടിയുമില്ല. നോക്കൂ, ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഡിസംബർ മാസത്തിൽ ആടിയ നെയ്യിൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, തന്ത്രി കണ്ഠര് രാജീവരല്ല എല്ലാ ക്ഷേത്രങ്ങളുടെയും തന്ത്രി. ഇതേ സമാനമായ തട്ടിപ്പ് പല ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്നു. അപ്പോ സഖാവ് പിണറായി വിജയൻ അറിയാം വരിയായി സഖാക്കന്മാർ ജയിലിലേക്ക് വരാൻ പോവുകയാണെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ എന്താ പറയുക, ജയിലിലെ വേതനമൊക്കെ 500 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സഖാക്കൾ വരുമ്പോ ഈ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടോട്ട് കൊണ്ടുപോകണ്ടേ എന്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു അഭിലാഷ്. അതുകൊണ്ട് CBIക്ക് മാത്രമേ ഇതിനകത്ത് ഇതിന്റെ നെല്ലും പതിരും തിരിയാൻ സാധിക്കൂ.